നമസ്കാരം. ഫർണിച്ചേഴ്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് പൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അതിനായിട്ട് ഒരു 5 കിലോ പൂവ ഇവിടെ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട്. ഇതാണ് പൂവ. ഇത് 5 കിലോ പൂവുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കണം. പൂവൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നമുക്കിത് കഴുകിയെടുക്കാം. നമ്മുടെ കൂവ നല്ലപോലെ ക്ലീൻ ആക്കി കൊണ്ടുവച്ചതാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മിക്സിയിൽ അടിക്കാനുള്ളതാണ്. പൂവ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതുപോലെ അരയണം, എന്നാലേ പിഴിയുമ്പോൾ പൊടി കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്കിതെല്ലാം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൂവ എല്ലാം അരച്ച് കഴിഞ്ഞു. ഈ 2 പാത്രത്തിലും ഉണ്ട്. വലിയ പ്രയാസമൊന്നുമില്ല, വേഗം അരയും. പച്ചല്ലേ, വെള്ളം ഒഴിച്ചാണ്ട് അരച്ചാൽ മതി. ഇനി ഇതെല്ലാം പിഴിഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ അത് നമ്മുടെ കൂവ പിഴിയാൻ തുടങ്ങുകയാണ്. അതിന് എടുത്തു വെച്ച വെള്ളമാണ്. ഇത്രയും വെള്ളം വേണം. എന്നിട്ട് ഇതിൻ്റെ മോളെ ഒരു പരുക്കൻ തോർത്ത് ഇങ്ങനെ കെട്ടുക ചെയ്യാം. ഇത് നല്ലപോലെ ഇങ്ങനെ കെട്ടുക. ഇനി ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ താഴണം. ഇനി നമ്മൾ അരച്ച് വെച്ച കൂവ ഇതിലേക്ക് ഇടാം. കുറച്ചധികം ഇടാം. ഈ കലത്തിലെ വെള്ളം പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് പോയാൽ ഇതിലത്തെ പൊടിയാണ് ആ വെള്ളത്തിൽ കൂടി പോവുക. അപ്പോൾ ഒരു 3/4 പാത്രം വെള്ളേ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ പൊടിയൊക്കെ അതിലേക്ക് ചാടും, ഒഴിയും. ചണ്ടി മാത്രം ഇതിൽ നിൽക്കും. ഇതിലെ പൊടിയൊക്കെ അതിലേക്ക് കൊഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിൽ ആ ചണ്ടി നമുക്ക് എടുക്കാം. ഇത് മെല്ലെ ഒന്നും ഇങ്ങനെ പൊക്കി പിടിക്കുക. പൊടിയേക്കാളും ചണ്ടിയാണ് ഉണ്ടാവുക. ഒരു 5 കിലോയിൽ ഒരു 1.5 കിലോ പൊടിക്കേ കാണുള്ളൂ. പക്ഷെ നല്ല പൊടി കിട്ടും. പക്ഷെ ഇപ്പോൾ പൊടി 1 കിലോ വാങ്ങണമെങ്കിൽ 800, 1000 ഒക്കെ കൊടുക്കണം. അതന്നെ നല്ലതൊന്നും ആവില്ല. ഇതൊക്കെ അതിൻ്റെ ആരാണ്. അതെ,
ഇതുപോലെ നമുക്കിതെല്ലാം പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടേ വെള്ളം എത്രയൊന്നും ഇല്ലായിരുന്നു, ഇത് നിറഞ്ഞു. അപ്പോൾ അടിയിൽ പൊടി വന്നത് കൊണ്ടാണ് ഇത് വെള്ളപ്പം നിറഞ്ഞത്. അപ്പോൾ 3/4 ഭാഗം വെള്ളേ ആദ്യം വെക്കാവൂ, നിറച്ച് വെക്കരുത്. ഇതൊരു 2-3 മണിക്കൂർ വേണം നല്ലപോലെ ഊറിയിട്ട് ഇത് കണ്ട് തെളിയും, പച്ചവെള്ളം പോലെ കേട്ടാവും. എന്നിട്ട് തെളി ഊറ്റി കളയാം. എന്നിട്ട് പൊടി ഇട്ടിട്ട് ഉണക്കി എത്ര കാലം വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. വേനൽക്കാലമായാലേ നല്ലതാണ്, മൂത്രച്ചൂടുള്ളവർക്കൊക്കെ അതിന് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ എല്ലാത്തിനും നല്ലതാണ്. വേദനയ്ക്ക് നല്ല മരുന്നാണ്, പൂപ്പൊടി നല്ലൊരു മരുന്നാണ്. നമുക്കിത് തെളിയാൻ ഒരു 4 തുളസിയില അതിലിട്ട് നല്ലപോലെ അടച്ച് വയ്ക്കാം. ഇനി നല്ലപോലെ അടച്ച് വയ്ക്കാം, അവിടെ നിൽക്കാം. ഒരു 3-4 മണിക്കൂറാവാം, എന്നാലേ നല്ലോണം ഊറുള്ളൂ. എന്നിട്ട് നമുക്ക് തെളി ഊറ്റി കളയാം. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മുടെ കുവ ഊറിയെന്നൊന്ന് നോക്കാം. നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് മാറ്റാം. ഇതാണ് പൂവപ്പൊടി. നല്ല ഉറച്ചിങ്ങട്ടെ അങ്ങോട്ട് നിൽക്കും പൊടി. അല്ലാതെയും ഒരു വെള്ളമൊന്നും ഉണ്ടാവില്ല, വെള്ളമില്ലാതെ കെട്ട് ഉറച്ചിട്ടുണ്ട് പൊടി പൊടിയിട്ട്. എന്തൊരു ഉറപ്പ്. വെയിലത്ത് വെച്ച് ഉണക്കുക. അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ലോണം ഉണക്കി എടുത്ത് വയ്ക്കാനുള്ളതല്ലേ. ഇനി ഇത് ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കുക. പൂവപ്പൊടി ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ കൈകൊണ്ടൊന്ന് പൊടിക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അങ്ങോട്ട് കറക്കിയാൽ മതി. ഞാൻ അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് കറക്കാൻ പോവാം. അത് നല്ല മിനുസുള്ള പൊടിയായി. ഇതുപോലെ ഒന്നുകൊണ്ട് കറക്കിയിട്ടാൽ മതി, പൗഡർ പോലെ ഉണ്ട്. ഇനി ഇതെല്ലാം അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ പൂവപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയും പൊടിയുണ്ട്, നല്ല പൂവയാണ്, അതുകൊണ്ട് നല്ലപോലെ പൊടിയുണ്ട്. ഇതുപോലെ നല്ല തൂവെള്ള നിറത്തിലുള്ള പൂവപ്പൊടി നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പൂവ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.